എടാ എന്നത്തെയും പോലെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 5:15 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ജിമ്മിലോട്ട് വച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇവിടെ ഉത്സവങ്ങൾ തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇപ്പോൾ ഉത്സവത്തിൻ്റെ ലൈറ്റും മറ്റുമൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജിമ്മിലെത്തി, ഷൂ ഒക്കെ ഇട്ട് ജിമ്മിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മൊത്തത്തിലുള്ള വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, സമയം ഇല്ലാത്തത് കൊണ്ട് അത് വേറൊരു വീഡിയോയിലിടാവേ. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് ലെഗ് വർക്കൗട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാമപ്പ് വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വാമപ്പിൻ്റെ ഇതിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയി. അപ്പോൾ ചെറിയ രീതിയിലുള്ള വാമപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് വിചാരിച്ച വർക്കൗട്ട് ചെയ്ത് തീർക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ ജിമ്മിൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് പോയി തുടങ്ങിയ ദിവസം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ചെറിയ ചെറിയ രീതിയിലുള്ള വർക്കൗട്ടുകളെ ചേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, ചെറിയ രീതിയിൽ ശരീരമൊക്കെ ഒന്ന് അനങ്ങി ചെയ്താൽ മതി. പിന്നെ ആഴ്ചകളും മാസങ്ങളും ആയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ജിമ്മ് നമ്മൾ വിചാരിക്കും പോലെയല്ല. നമ്മൾ ഒത്തിരി എഫേർട്ട് കൊടുക്കണം, എങ്കിലേ നമുക്ക് തിരിച്ച് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ചില വർക്കൗട്ടുകൾ ഇപ്പോഴും എനിക്ക് ഒരു പരിധിയിലധികം വെയിറ്റ് പറ്റത്തില്ല. അത് ഒരു പക്ഷേ ഞാൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഫീൽഡിലാണെങ്കിലും. അതില്ലാത്തത് കൊണ്ടായിരിക്കും. കാരണം ഞങ്ങൾക്ക് പല ദിവസങ്ങളിലും വരാൻ പറ്റാറില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കൗട്ടിങ്ങിൻ്റെ രീതിയിലും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടായിരുന്നു കേട്ടോ ലെഗ്. കാരണം അതിൻ്റെ മിഷ്യൻസൊക്കെ അത്യാവശ്യം നല്ല മിഷ്യൻസാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഇട്ട് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ഡമ്പലൊക്കെ വെച്ചിട്ടുള്ള വർക്കൗട്ടുണ്ട് ലെഗിന് ചെയ്യുന്നത്, നമ്മൾ ഇരുന്ന് എണീക്കുന്നില്ല. അയ്യോ, അതൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വെറുത്തുപോയി ലെഗ് വർക്കൗട്ട്. കാരണം നമ്മൾ ഇൻട്രസ്റ്റോടെ കയറിപ്പോകുന്ന ഫീലിൽ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടിയായിരിക്കും നമുക്ക് തിരിച്ചിറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അത്യാവശ്യമല്ല, അത്രമേൽ എഫേർട്ട് കൊടുത്തിട്ടാണ് ഓരോരുത്തരും ജിമ്മിൽ പോകുന്നതെന്ന് ഞാൻ പോയി തുടങ്ങിയ ശേഷമാണ് മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ബോഡി ബിൽഡേഴ്സിനെയൊക്കെ പറയത്തില്ലേ, അവർ അതിനധികം എഫേർട്ട് അവരുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ട്. പല ഫുഡും അവർ വേണ്ടാന്ന് വയ്ക്കുന്നത് അവരവരുടെ ബോഡിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക. അത് വീട്ടിലാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കണേ. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വർക്കൗട്ടും കഴിഞ്ഞ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജിമ്മിൻ്റെ രണ്ടാമത്തെ ഇത് ആദ്യത്തെ നിലയാണ് കേട്ടോ. 3 നിലയായിട്ടാണ്, ടോട്ടൽ 4 നിലയുണ്ട്. അതിൽ 3 നില ജിമ്മിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും മുകളിലാണ് കാർഡിയോ, അതിൻ്റെ താഴെ വന്നിട്ട് ഡംബൽ ഒക്കെ ഉള്ളത്. ഏറ്റവും സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങളുടെ ഈ ലെഗും അതുപോലെ തന്നെ കൈക്കും ഒക്കെ ചെയ്യുന്ന വർക്കൗട്ടുകൾ അവിടെയാണ്. അപ്പോൾ ഞങ്ങളിന്ന് മുകളിലോട്ടൊന്നും കയറിയില്ല. ഇവിടെ വെച്ച് തന്നെ വാമപ്പും കഴിഞ്ഞ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. അത്യാവശ്യം വെയിറ്റൊക്കെ ഇട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം തന്നെ. കാണുമ്പോഴെല്ലാം നല്ല പെയിൻ ഉണ്ടാവും, നല്ല സ്ട്രെസ് ഉണ്ടാവും, നല്ല സ്ട്രെയിൻ ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക സ്ട്രെങ്തൻ ആവും എന്നൊക്കെ പറയത്തില്ലേ, അത് ഈ വർക്കൗട്ടിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞങ്ങളുടെ 4ാമത്തെ വർക്കൗട്ടാണ്. അത്യാവശ്യം വെയിറ്റ് ഇട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് അതും. അത് കഴിഞ്ഞിട്ട് കാലിലൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒറ്റ തവണയേ ചെയ്തിട്ടുള്ളൂ. ഇത് 3 തവണ ചെയ്യേണ്ടതാണ് ഞാൻ, പക്ഷെ ഒറ്റ തവണയേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ചേട്ടനെ കൊണ്ടും ഒറ്റ തവണയേ ചെയ്യിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ചെയ്തത് വാം ഡൗൺ ആണ്. വാമപ്പ് പോലെ തന്നെ പ്രധാനമാണ് വാം ഡൗൺ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ മിറർ കണ്ടപ്പോൾ ഒരു വീഡിയോ ആവാം എന്ന് കരുതി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു.